ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഡെറിവേറ്റീവിനെ മെയിനായിട്ട് 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ബേസിസ് എന്ന് പറയുന്നത് നാച്ചർ ഓഫ് കോൺട്രാക്റ്റ് ആണ്, അതല്ലെങ്കിൽ നാച്ചർ ഓഫ് പേ ഓഫ്. ദ സെക്കൻഡ് വൺ വരുന്നത് അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. മൂന്നാമത്തെ വരുന്നത് ട്രേഡിംഗ് മെക്കാനിസം അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് നാച്ചർ ഓഫ് കോൺട്രാക്റ്റ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് നോക്കാം. 4 എണ്ണമാണ് അതിൽ സബ് ക്ലാസിഫിക്കേഷനായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഫോർവേഡ് ആണ്. ഈ ഒരു ഫോർവേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൾറെഡി പറഞ്ഞു ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ 2 ആളുകൾ ഉണ്ടായിരിക്കും. ഒരാൾ ഇവിടെ ബയ്യർ ആവാം, മറ്റൊരാൾ ഇവിടെ ഇങ്ങനെ സെല്ലർ ആവാം. ഇവിടെ ബയ്യറും സെല്ലറും ദേ എഗ്രി, അവരൊരു എഗ്രിമെൻറ്റിൽ എത്തിച്ചേരുകയാണ്. എക്സ്ചേഞ്ച് ആൻ അസറ്റ് ഓൺ ദ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ പ്രൈസ് എഗ്രീഡ് അറ്റ് ദ ടൈം ഓഫ് എൻ്റർ ഇൻ ദ കോൺട്രാക്റ്റ്. അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ പ്രൈസ് ഡിസൈഡ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ആ പറഞ്ഞ പ്രൈസിന് അവരുടെ കയ്യിലുള്ള കമ്മോഡിറ്റീസിൻ്റെ എക്സ്ചേഞ്ച് ചെയ്യുക. അതാണ് ഫോർവേഡിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫാർമറൊക്കെ അയാളുടെ കയ്യിലുള്ള ആ ഒരു പ്രൊഡക്റ്റ് 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ വിറ്റോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. പക്ഷേ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ അയാൾ അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ പ്രൊഡക്റ്റ് അയാൾ കൊടുക്കുന്നത് എപ്പോൾ മാത്രമാണ്? ഫ്യൂച്ചറിലാണ്. അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് റിക്വയർഡ് ആൻ ഇനീഷ്യൽ പേയ്മെൻറ്റ്. സാധാരണ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഒരു ടോക്കൺ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറച്ച് ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ കുറച്ച് എമൗണ്ട് സാധാരണ നമ്മൾ ട്രാൻസ്ഫർ അല്ലെങ്കിൽ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ എന്തില്ല, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഇനീഷ്യൽ പേയ്മെൻറ്റ്. അതായത് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഇങ്ങനെ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ മറ്റൊന്ന് പറയുന്നത് ഫോർവേഡ് കോൺട്രാക്റ്റ് ആർ അണ്ടർ സ്റ്റാൻഡേർഡൈസ്ഡ്. അതായത് കുറച്ച് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടല്ല ഫോർവേഡ് കോൺട്രാക്റ്റ് ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ ഇങ്ങനെ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയല്ല ട്രേഡ് നടത്തുന്നത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും സ്റ്റാൻഡേർഡൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് എന്ന് പറയാം. ഈ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന 2 ആളുകൾ തമ്മിൽ പരസ്പരം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് നമ്മൾക്ക് ഏകദേശം ഓക്കെ ആവുന്ന ഒരു എമൗണ്ടിൽ നമ്മളൊരു കോൺട്രാക്റ്റ് ഫ്രെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഇതിന് നമുക്കൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് എന്ന് പറയാൻ കഴിയില്ല. ഈ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് നമ്മൾ ട്രേഡ് നടത്തുന്നത് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് വഴിയാണ്. ഇത് ജനറലി ക്ലോസ് ദ ഡെലിവറി ഓഫ് ദ അണ്ടർലൈങ് അസറ്റ്. ഇപ്പം നമ്മൾ ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെ മുകളിലാണ് കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ അസറ്റ് പറയുന്ന ഏതാണോ അസറ്റ്, ആ അസറ്റ് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് ആ കോൺട്രാക്റ്റ് കഴിഞ്ഞു. അതാണ് ഫോർവേഡ് കോൺട്രാക്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാലും ഒരു എഗ്രിമെൻ്റ് ആണ്. ഇവിടെയും ഒരു ബയ്യറും സെല്ലറും തമ്മിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അവിടെ നമ്മളൊരു പർട്ടിക്കുലർ അസറ്റ് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്, ഫ്യൂച്ചറിൽ ട്രാൻസ്ഫർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ അതിൻ്റെ എപ്പോഴാണ് ആ ടൈം നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈം നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫ്യൂച്ചർ ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യുന്നത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും 2 ആളുകൾ അയാൾക്ക് അറിയാവുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ല ഇവിടെ അപ്ലൈ ചെയ്യുക. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് പ്രവർത്തിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അവിടെ ബൈലേറ്ററൽ 2 ആളുകൾ തമ്മിലുള്ള ട്രാൻസ്ഫറാണ്. അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്നില്ല. പക്ഷേ ആ ഫ്യൂച്ചർ തന്നെ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറി? അത് ഫ്യൂച്ചറായിട്ട് മാറി. ദ എക്സ്ചേഞ്ച് ഗ്യാരൻറ്റീഡ് ആൻഡ് എൻഷുർ എക്സിക്യൂഷൻ. അപ്പോൾ അതോടുകൂടി തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റേതായിട്ടുള്ള ഒരു ഉറപ്പ് കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ 2 ആളുകൾ തമ്മിലാണ്. അപ്പോൾ ആ ആളുകൾ ചിലപ്പോൾ കരാറിൽ പറഞ്ഞ ടൈം എത്തുമ്പോഴേക്കും അവരുടെ എന്തെങ്കിലും മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആളെ കണ്ടെത്താൻ കിട്ടാത്തൊരവസ്ഥ വരാം. അതല്ലെങ്കിൽ അതിൽ പറയുന്ന കോൺട്രാക്റ്റിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആരെങ്കിലും വയലേറ്റ് ചെയ്യപ്പെടാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ ഫ്യൂച്ചറിൽ അതിനുള്ളൊരു ചാൻസ് ഇല്ല. ഈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ കോൺട്രാക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് മൂവ്മെൻറ്റ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വാല്യൂസിൽ വരുന്ന പ്രൈസിൽ വരുന്ന വേരിയേഷനും ഇൻഫ്ലേഷനും ഒക്കെ വളരെ വ്യക്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവിടെ ഇങ്ങനെ അണ്ടർലൈങ് അസറ്റിൻ്റെ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂ ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. ദ നെക്സ്റ്റ് വൺ വരുന്നത്
നെക്സ്റ്റ് വൺ വരുന്നത് ഓപ്ഷനാണ്. ഓപ്ഷൻ റെഫേഴ്സ് ടു ദ റൈറ്റ്. ഇവിടെ ഒരു റൈറ്റ് ആണ്, അതായത് ഇവിടെ ഒരു ഒബ്ലിഗേഷൻ അല്ല. നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ചെയ്യണം എന്ന് പറയുന്ന ഒരു ഒബ്ലിഗേഷൻ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓപ്ഷൻ ഡെറിവേറ്റീവ് ആണെങ്കിൽ അവിടെ ഇങ്ങനെ എന്ത് മാത്രമാണ്, ഒരു ഓപ്ഷൻ ഡെറിവേറ്റീവ് ആണെങ്കിൽ അവിടെ ഒരു റൈറ്റ് മാത്രമാണ് വരുന്നത്, അവിടെ ഒബ്ലിഗേഷൻസ് വരുന്നില്ല. അവിടെ ടു ബൈ ഓർ സെൽ എ സെക്യൂരിറ്റി ഓർ അതർ അസറ്റ് ഡ്യൂറിങ് എ ഗിവൺ ടൈം ഫോർ എ സ്പെസിഫൈഡ് പ്രൈസ്. എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ നമ്മൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും, ടൈമും ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവിടെ അങ്ങനെ ഒരു റൈറ്റ്, അതൊന്നുകിൽ വാങ്ങാം അതല്ലെങ്കിൽ വിൽക്കാം എന്നുള്ള ഒരു റൈറ്റ് മാത്രമാണ് നമ്മളവിടെ എഗ്രി ചെയ്യപ്പെടുന്നത്. അതൊരു ഒബ്ലിഗേഷനായിട്ട് മാറുന്നില്ല. ഇവിടെ നമ്മൾ ആ ഒരു സ്പെസിഫൈഡ് പ്രൈസ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കുന്ന ആ പ്രൈസിനെ പറയുന്ന പേരാണ് സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ നിങ്ങൾ വൺ വേർഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വരുന്ന സമയത്ത് നോക്കുക, ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിൻ്റെ എഗ്രിമെൻറ്റ് ടൈമിൽ നമ്മൾ അതിൻ്റെ ടൈം ഡിറ്റർമിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രൈസും നമ്മൾ തീരുമാനിക്കും. ആ ഒരു സ്പെസിഫിക് പ്രൈസിനെ പറയുന്ന പേരാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ വൺസ് ദ ഓപ്ഷൻ ഈസ് ഓഫേർഡ് ഇറ്റ് ഈസ് ദ ഓപ്ഷൻ റൈറ്റേഴ്സ് ഒബ്ലിഗേഷൻ ടു ഫുൾഫിൽ ദ കോൺട്രാക്റ്റ്. ആ ഒരു ഓപ്ഷൻ റൈറ്ററുടെ ഒബ്ലിഗേഷനാണ് ആ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത്. ഇഫ് വൺ പാർട്ടി ഹാസ് ദ ഓപ്ഷൻ ദ അതർ പാർട്ടി ഹാസ് എൻ ഒബ്ലിഗേഷൻ. അപ്പോൾ ഒരാൾക്ക് അതൊരു ഒബ്ലിഗേഷനുമാണ്, മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓപ്ഷനും ആണ്. ഇതാണ് മെയിനായിട്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതോറും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓപ്ഷനും ഫ്യൂച്ചറും അതേപോലെ തന്നെ ഫോർവേഡൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ആ ടേം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കത് ഓപ്ഷനായിട്ട് വരുന്നുണ്ട്, മറ്റൊരാൾക്ക് അത് ജസ്റ്റ് ഏതാണ് ഒരു ഒബ്ലിഗേഷൻസ് മാത്രമാണ്. ഒരാൾക്ക് ഒബ്ലിഗേഷനും മറ്റൊരാൾക്ക് അത് ഓപ്ഷനാണ്. അയാൾക്കത് വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ അയാൾക്ക് ആ എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ കരാറിൽ നിന്നും പിന്മാറാം. നെക്സ്റ്റ് വൺ വരുന്നത് സ്വാപ്പാണ്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ടു പാർട്ടീസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അവരുടെ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷനാണ്. ഇതിന് മുന്നേക്ക് നമ്മൾ പറഞ്ഞത് അണ്ടർലൈങ് അസറ്റായിട്ടുള്ള കമ്മോഡിറ്റീസൊക്കെ വരുന്നതായിരുന്നു. പക്ഷേ ഇവിടെ അണ്ടർലൈങ് അസറ്റായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷനാണ്. അതായത് ക്യാഷ് ഫ്ലോ, ഏതെങ്കിലും ഒരാളുടെ ക്യാഷ് ഫ്ലോയും മറ്റൊരാളുടെ ക്യാഷ് ഫ്ലോയും തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അണ്ടർലൈങ് അസറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ സ്വാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എഗ്രീഡ് ബിറ്റ്വീൻ ബോത്ത് പാർട്ടി വിത്തൗട്ട് എക്സ്ചേഞ്ചിങ് പ്രിൻസിപ്പൽ എമൗണ്ട്. പക്ഷേ ഇവിടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്രിൻസിപ്പൽ എമൗണ്ട് ഒന്നും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ആ ഒരു ഫിക്സഡ് ആയിട്ട് നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ആ ഇൻട്രസ്റ്റിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ലോസ് വരികയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു റിസ്ക് വരികയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വാപ്പ് ഉപയോഗിക്കുന്നത്. വൺ ക്യാഷ് ഫ്ലോ ഈസ് ജനറലി ഫിക്സഡ് ആൻഡ് ദ അതർ ഈസ് വേരിയബിൾ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടാളുകളെ കൺസിഡർ ചെയ്യുകയാണ്. ഒരാൾ അവിടെ ഇങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റിലാണ് അവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മറ്റൊരാൾ അവിടെ വേരിയബിൾ റേറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ഫിക്സഡ് ആയിട്ടുള്ള ആളുകൾക്ക് തോന്നുകയാണ് അയാൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളത് വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേഷനാണ്. അതേപോലെ വേരിയബിൾ റേറ്റിൽ യൂസ് ചെയ്യുന്ന ആൾക്ക് തോന്നുകയാണ് എനിക്ക് ഏതാണ് നല്ലത്, ഫിക്സഡ് റേറ്റിലുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേഷനാണ്. അപ്പോൾ ഈ രണ്ടാളുകളും അവരുടേതായ ആ ഒരു ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ തമ്മിൽ എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് നടത്തുക. അതാണ് ഏതിൽ വരുന്നത്, സ്വാപ്പിൽ പറയുന്നത്. ഇത് ഓവർ ദ കൗണ്ടർ കോൺട്രാക്റ്റ് ആണ്. അതായത് മെയിനായിട്ട് ഇതിപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയല്ല ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസിലുള്ള ഡെറിവേറ്റീവാണ്. ഇവിടെ ഫസ്റ്റ് വൺ പറയുന്നത് കമ്മോഡിറ്റി ഡെറിവേറ്റീവാണ്. കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റൽ, ഇപ്പോൾ ഗോൾഡ്, ടിന്ന്, സിൽവർ, അതല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കോഫി, സോയ, ദെൻ ടീ, വീറ്റ്, കോട്ടൺ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അണ്ടർലൈങ് അസറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് ഇത്തരത്തിലുള്ള ഒരു അസറ്റായിരിക്കും. ഈ ഒരു കമ്മോഡിറ്റീസ് ആയിരിക്കും. ഈ കമ്മോഡിറ്റിയുടെ ബേസിൽ മുകളിൽ നമ്മൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്. നെക്സ്റ്റ് വൺ വരുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ അണ്ടർലൈങ് അസറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റോ അതല്ലെങ്കിൽ പ്രൊഡക്റ്റോ ആയിരിക്കും. ഇപ്പം മെയിനായിട്ട് അവിടെ ഫോറിൻ എക്സ്ചേഞ്ചിൽ ആണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട്. അവിടെ ഇങ്ങനെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത്
ട്രേഡിംഗ് മെക്കാനിസം ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അവിടെ 2 രീതിയിലാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവും നെക്സ്റ്റ് വൺ വരുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവാണ്. ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ട്രേഡ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ദ എക്സ്ചേഞ്ചിന് പുറത്ത് നമ്മൾ നമ്മുടെ കോൺട്രാക്റ്റുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാച്ച് ചെയ്യുന്ന മറ്റേതെങ്കിലും നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. അവിടെ നമ്മൾ ഡെറിവേറ്റീവ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ഒക്കെ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഈ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കും. ഇത് ഏതെങ്കിലും ഒരു മാർക്കറ്റിലോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വഴിയോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൻ്റെ സ്റ്റാൻഡേർഡൈസ്ഡ് കസ്റ്റമൈസ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കില്ല. ഈ OTC എന്ന് പറയുമ്പോൾ അവിടെ ഇൻഡിവിജ്വലി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ് 2 ആളുകൾ. അപ്പോൾ എനിക്ക് മാച്ച് ചെയ്യുന്ന ഒരാളെ ഞാൻ തന്നെ കൗണ്ടർ പാർട്ടീസിനെ ഞാൻ തന്നെ കണ്ടെത്തിയിട്ട് അയാളുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കമ്മോഡിറ്റി വിൽക്കണമെങ്കിൽ ഞാൻ തന്നെ അവിടെ ഇങ്ങനെ എന്ത് ചെയ്യണം, ഒരു ബയ്യർ തന്നെ അവിടെ ഇങ്ങനെ സെല്ലറേയും കണ്ടെത്തണം. അതാണ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ചിൽ വരുന്നത്. ഇവിടെ മെയിനായിട്ട് ഇതിന് എക്സാമ്പിൾ വരുന്നതാണ് സ്വാപ്പ് ഫോർവേഡ്. അതേപോലെ തന്നെ ഓപ്ഷനിലെ എക്സോട്ടിക് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു വേർഷൻ ഉണ്ട്. അതും ഏതിന് എക്സാമ്പിളാണ്? ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ട്രേഡ് നടത്തുന്ന ഡെറിവേറ്റീവാണ്. ഇതൊരു പ്രൈവറ്റ് കോൺട്രാക്റ്റ് എന്ന പോലെയാണ്. അപ്പോൾ ആ കോൺട്രാക്റ്റ് ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു അസറ്റിൻ്റെ ട്രാൻസ്ഫർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്റ്റ് അവിടെ ഇങ്ങനെ എന്തായി, ലാബ്സായി അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ വരുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവാണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് അവിടെ ഇങ്ങനെ ട്രേഡ് നടത്തുന്നത്. അവിടെ ബയ്യറും സെല്ലറും പ്രത്യേകിച്ച് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതായിട്ട് വരുന്നില്ല. കാരണം അവിടെ ഇങ്ങനെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് നടത്താനായിട്ട് ആളുകളാണ് അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ ബയ്യേഴ്സും ഉണ്ടായിരിക്കും, സെല്ലേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ പ്രൈസ് കോട്ട് ചെയ്യുമ്പോൾ ഒരു സെല്ലർ അയാൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നതാണെങ്കിൽ അയാൾ അവിടെ ഇങ്ങനെ സെയിൽ നടത്തും. ഒരു ബയ്യർ അവിടെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് കാപ്പബിളാണ്, അയാൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന രീതിയിൽ ഏതെങ്കിലും ഷെയറിൻ്റെ വാല്യൂ കോട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ അത് വാങ്ങിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ബയറും സെല്ലേഴ്സും മീറ്റ് ചെയ്യുന്ന പ്ലേസാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ട്രേഡ് നടത്തുന്നതാണ് എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അവിടെ നമ്മളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ പേയ്മെൻറ്റ് നടത്തണം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഇനീഷ്യൽ ടൈമിൽ എമൗണ്ട് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ കൗണ്ടർ പാർട്ടി ചിലപ്പോൾ ആ ഒരു എഗ്രിമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വയലേറ്റ് ചെയ്യാം. പക്ഷേ ത്രൂ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാകുമ്പോൾ അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റേതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ് നടത്തുന്നത്. ഡെറിവേറ്റീവ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നടത്തുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഫ്യൂച്ചർ ഡെറിവേറ്റീവ്. ഇനി നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് മെറിറ്റും ഡിമെറിറ്റും കൂടെ ഒന്ന് നോക്കാം. ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ചിൻ്റെ മെറിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ ലിമിറ്റ്, ആ ഫ്ലെക്സിബിലിറ്റി അധികമില്ല. കാരണം നമ്മൾ തന്നെയാണ് അവിടെ പാർട്ടിസിപ്പൻറ്റിനെ കണ്ടെത്തേണ്ടതായിട്ട് വരുന്നത്. അത് കസ്റ്റമൈസ്ഡ് ആണ്. പിന്നെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുമ്പോൾ എനിത്തിങ് ദ സൈസ് ഓഫ് ദ കോൺട്രാക്റ്റ് ക്യാൻ ബി ഓഫ് എനി എമൗണ്ട്. അതേപോലെ ഡെലിവറി പറയുന്നത് അറ്റ് എനി ടൈം. കാരണം ഇവിടെ ഇങ്ങനെ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ട്രേഡിംഗ് സൈക്കിളോ ട്രേഡിംഗ് ടൈമോ ഒന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇതിൻ്റെ ഡിമെറിറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് റിസ്ക്. കാരണം അവിടെ ഇങ്ങനെ നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു എമൗണ്ടിൽ നിന്നും ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യാം, മാറിപ്പോവാം. അപ്പോൾ ആ വരുന്ന ഒരു ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇങ്ങനെ എമൗണ്ടിൻ്റെ സെറ്റിൽമെൻറ്റ് സമയത്ത് ചിലപ്പോൾ ഫേസ് ചെയ്യാം. പിന്നെ വരുന്നത് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. പിന്നെ വരുന്നത് അവിടെ ഇങ്ങനെ നമ്മൾ തന്നെ ഒരു മാച്ചിങ് പാർട്ടീസിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം വൈഡായിട്ടുള്ള ഒരു ആളുകളെ നമുക്ക് അവിടെ നിന്നും കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഉള്ള ആളുകളുമായിട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രൈസിൻ്റെ വില പേശലിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽസ് നടത്തേണ്ടതായിട്ട് വരാം. ഇത്രയൊക്കെയാണ് OTC ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് വഴിയുള്ള ഡെറിവേറ്റീവ്സിൻ്റെ മെറിറ്റും ഡിമെറിറ്റും. എക്സ്ചേഞ്ച് ട്രേഡഡ് ആണെങ്കിൽ അതിൻ്റെ മെറിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് കൗണ്ടർ പാർട്ടി റിസ്ക് വരുന്നില്ല. കാരണം അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അതെല്ലാം ചെയ്യുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കൗണ്ടർ പാർട്ടീസിനെ കണ്ടെത്തുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് നോമിനൽ മാത്രമാണ്. അവിടെ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ എക്സിറ്റ് ആൻഡ് എൻ്റർ ഡെറിവേറ്റീവ്സ് വെരി കൺവീനിയൻ്റ്ലി. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വേരിയേഷൻസ് അവിടെ നടക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് കോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ പോയിട്ട് ട്രേഡിംഗ് നടത്താം.
അവിടെ ഒരു കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾക്ക് തോന്നുന്നതിനനുസരിച്ചിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് വർക്കിംഗ് ഉണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് ഡീമെറിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ ഫ്ലെക്സിബിൾ അല്ല, കാരണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ വരുന്നത് നോട്ട് കസ്റ്റമൈസ്ഡ്. അവിടെയും നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയുന്ന രീതിയിലുള്ള കമ്മോഡിറ്റീസ് ആയിരിക്കണം, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കണം. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, പ്രൈസ് കോട്ട് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ദ പീരീഡ്, ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഡീമെറിറ്റ് വരുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് തന്നെയാണ്, ഇത് ജസ്റ്റ് ഒരു ഡിഫറൻസ് എന്നുള്ള രീതിയിൽ പോയിൻ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടതിനോടൊപ്പം തന്നെ ഇതും കൂടെ ഒന്ന് അഡീഷണൽ ആയിട്ട് റീഡ് ചെയ്യുക കേട്ടോ. ഈസിയാണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവും അതേപോലെ OTC ഡെറിവേറ്റീവും. എക്സ്ചേഞ്ച് പറയുമ്പോൾ എക്സ്ചേഞ്ച് വഴിയാണ്. OTC എന്ന് പറഞ്ഞാൽ ഓവർ, അതായത് എക്സ്ചേഞ്ചിന് പുറത്താണ് അതിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് എന്നാലോചിക്കുക കേട്ടോ. എക്സ്ചേഞ്ച് ട്രേഡ് എന്ന് പറയുമ്പോൾ അവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവാണ്, പക്ഷേ OTC എന്ന് പറയുമ്പോൾ അവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ പ്രൈസ് എന്ന് പറയുന്നത് പബ്ലിക്കലി അവൈലബിൾ ആണ് എക്സ്ചേഞ്ചിൽ, കാരണം അവിടെ ഇങ്ങനെ നമുക്കറിയാം ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രൈസ് അവർ പബ്ലിഷ് ചെയ്യുന്നതാണ്. പക്ഷേ OTC എന്ന് പറയുമ്പോൾ അവിടെ രണ്ടാളുകൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് മാത്രമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പ്രൈസ് ഒന്നും വലിയ രീതിയിൽ പബ്ലിക്കായിട്ട് മെഷർ ചെയ്യുകയോ അതല്ലെങ്കിൽ പറയുകയോ ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. പിന്നെ വരുന്നത് മാർക്കറ്റ് ട്രേഡേഴ്സ് ഡു നോട്ട് നോ ഈച്ച് അതർ. ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആരാണ് ബയ്യർ ആരാണ് സെല്ലർ എന്നൊന്നും അറിയില്ല, കാരണം വൈഡ് ജിയോഗ്രഫിക്കൽ ഏരിയയിലാണ് അവിടുത്തെ ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പക്ഷേ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ചിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ അവിടെ ബയ്യറേയും സെല്ലറേയും ഒക്കെ നമുക്ക് ഈക്വലി നമുക്കത് അറിയാൻ കഴിയുന്ന രീതിയിലായിരിക്കും. ദെൻ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത് ഡെറിവേറ്റീവ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, താങ്ക് യു.